ക്രൈസ്തവം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ വന്ദനം. ഇമ്മാനുവൽ പ്രയർ മിഷന്റെ ഉറവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. കർത്താവിൽ പ്രിയരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനകളിലും മറ്റുള്ളതായിരിക്കുന്ന ഏകദിന പ്രാർത്ഥനകളിലുമൊക്കെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്നതായിരിക്കുന്ന വിഷയങ്ങൾ മുന്തിരിച്ചക്കിനടുക്കൽ ഗോതമ്പ് വെച്ചതായിരിക്കുന്ന ഗിദെയോനെ കണ്ട് ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് പറഞ്ഞു, ഈ ബലത്തോടെ പോക, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയം മാറ്റുന്ന ശബ്ദം, പ്രതീക്ഷ നൽകുന്ന ശബ്ദം, പുതിയ പ്രവർത്തനത്തിലുള്ള ശക്തി, പ്രതീക്ഷ കൈവിടാതെ കൂടെയുണ്ട് എന്നുള്ള അർത്ഥവാക്യങ്ങൾ, ഈ അനുഭവങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഗിദെയോന് ലഭിക്കപ്പെട്ടതായിരിക്കുന്ന ദൈവകൃപയുടെ ശക്തി, അത്യധികമായിരിക്കുന്ന ആത്മാവിന്റെ ബലം, ആത്മനിറവ്, ആത്മചൈതന്യങ്ങൾ ഇതെല്ലാം പ്രാപിച്ചുകൊണ്ട് ആ ദൈവദാസൻ മുൻപോട്ട് പോകുന്ന ഒരു ചിത്രത്തിൽ നിന്ന് കഴിഞ്ഞ കുറെ എപ്പിസോഡുകളായി ഒരു ദൈവദാസന് വേണ്ട ഒരു ദൈവദാസന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം, ദൈവത്തിന്റെ പദപിടത്തിലായിരിക്കണം, ചേർന്നിരിക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. കർത്താവിനാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ദൈവദാസന്മാർ അഭിഷേകത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഇറങ്ങുമ്പോൾ അവരിൽ ഉണ്ടാകേണ്ടതായിരിക്കുന്ന ചില ഗുണങ്ങളെ കുറിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ദൈവദാസന്മാർ മാത്രമായിരിക്കുന്നില്ല, ഇതിൽ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവ മക്കളുണ്ട്, ദൈവത്തെ ആരാധിക്കുന്ന സമൂഹമുണ്ട്. അവരുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ ചെയ്യേണ്ട ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം എന്ന് കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അതിനാധാരമായിട്ട് അതിനോടുള്ള ബന്ധത്തിൽ ഈ ബലത്തോടെ പോക എന്നുള്ള ബന്ധത്തിൽ ഒരു തിരുവചന ഭാഗം ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. വളരെ പരിചയസമ്പന്നമായ അനേക സന്ദർഭങ്ങളിൽ വായിക്കപ്പെട്ട അനേക ദൈവദാസന്മാരിലൂടെ കേൾക്കപ്പെട്ട ഒരു ദൈവവചനമാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: മാറായിൽ എത്തിയാറെ മാറായിലെ വെള്ളം കുടിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അത് കയ്പുള്ളതായിരുന്നു. അതുകൊണ്ട് അതിന് മാറ എന്ന പേരിട്ടു. നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ വായിച്ചത്. പഴയ നിയമ കാലഘട്ടങ്ങളിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടതായ ദാസനാണ് മോശ. ആ മോശയെ ഏൽപ്പിച്ചതായിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. ഒരു സമൂഹത്തെ വിടിവിക്കുക എന്നുള്ളതാണ്, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്, ആഗ്രഹിച്ച തുറമുഖത്തെത്തിക്കുക എന്നുള്ളതാണ്. കൊടുക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദേശം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതുവരെയും അവരുടെ സംരക്ഷണങ്ങൾ, അവരുടെ പരിപാലനം, അവരുടെ ഭക്ഷണം, കുടിവെള്ളം, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ പാർപ്പിടങ്ങൾ, അവരുടെ യാത്രകൾ, ഇതെല്ലാം നിക്ഷിപ്തമായി നിൽക്കുന്നത് മോശയിലാണ്. കാരണം മോശയുടെ ശബ്ദം കേട്ടിട്ടാണ് മോശയാണ് അവരെ വിളിച്ചിറക്കിയിരിക്കുന്നത്. അപ്പോൾ മോശയിലാണ് അവരുടെ എല്ലാം ആശ്രയം. മോശ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ജനം മോശയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ അവർ കൂടാരങ്ങൾ അടിച്ച് യാത്ര ചെയ്ത് കടന്നു വരുന്ന വേളകളിൽ അവർക്ക് വളരെയധികമായ ദാഹമുണ്ടായി. അവരൊരു സ്ഥലത്ത് വന്നു. അടുത്തൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന കുളം കണ്ടു. കാണികൾക്ക് വലിയ സന്തോഷമായി, വന്നവർക്ക് വലിയ സന്തോഷമായി, അവരുടെ കുട്ടികൾക്ക് സന്തോഷമായി, പ്രായമുള്ളവർക്ക് സന്തോഷമായി. അവരുടെ കയ്യിലുണ്ടായിരുന്ന വെള്ളം തീർന്നു പോയിരിക്കുന്നു. അപ്പോൾ ആ സന്തോഷത്തോടെ ഓടി വന്നിട്ട്
ഈ വെള്ളം എടുത്ത് കുടിച്ചു നോക്കിയവർ പെട്ടെന്ന് ഇറക്കാൻ കഴിയാതെ അപ്പൊ തന്നെ അത് തുപ്പിക്കളഞ്ഞു. കയ്പെന്നുള്ള ശബ്ദം കയ്പാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ചില പ്രിയപ്പെട്ടവര് ഇത് ശരിയാണോ എന്നറിയുവാൻ അവരും കുടിച്ചു നോക്കി. കുടിച്ചവരെല്ലാം കയ്പിന്റെ അവസ്ഥ പറഞ്ഞു. ജനം നേരെ മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ ഞങ്ങളെ കൊണ്ടുവന്നു, അവിടെ ആയിരുന്നെങ്കിൽ കയ്പില്ലായിരുന്നു, കഷ്ടതയായിരുന്നു. എങ്കിലും ചിറ്റുള്ളിയും ചീരുള്ളിയും ചുവന്നുള്ളിയും തണ്ണിമത്തനും ഇറച്ചിയും കഴിച്ച് ഞങ്ങൾ സമൃദ്ധിയായിരിക്കുന്ന ജീവിതം നയിച്ച ജീവിതങ്ങളാണ്. ഇന്ന് മരുഭൂമിയിൽ കുടിപ്പാൻ വെള്ളമില്ല, കൈപ്പേറിയ അനുഭവങ്ങളാണ്. എന്തിനാണ് ഞങ്ങളെ മരുഭൂമിയിൽ കൊല്ലാൻ കൊണ്ടുവന്നതാണോ? പരാതികളുടെ കെട്ടുകൾ അഴിച്ചുകൊണ്ട് ഒരേ സ്വരത്തിൽ ജനമൊക്കെയും മോശക്കെതിരെ തിരിയുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ മോശ കരഞ്ഞു. യഹോവേ, ജനം എനിക്കെതിരെ തിരിയുകയാണ്, ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യാകുലപ്പെട്ടുകൊണ്ട്, വളരെ നിരാശപ്പെട്ടുകൊണ്ട്, വളരെ ഭാരപ്പെട്ടുകൊണ്ട് കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ കണ്ണുകൾ ഉയർത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മോശയോട് പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, അവരുടെ മുമ്പിൽ നീ തോൽക്കുകയില്ല, അവരുടെ മുൻപിൽ നീ പരാജയപ്പെടുകയില്ല. വിളിച്ചവൻ ഞാനാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, നിങ്ങളെ വിളിച്ചവൻ ദൈവമാണ്. നീ തോൽക്കുവാൻ വേണ്ടിയല്ല, നീ തളരുവാൻ വേണ്ടിയല്ല, തകർക്കുന്നവന്റെ മുൻപിൽ എഴുന്നേറ്റ് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി, തകർത്ത് കളയുമെന്ന് പറയുന്നവരുടെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന വിധത്തിൽ ദൈവം നിന്നെ ശക്തീകരിക്കുന്ന ഒരാത്മാവാണ്. അതുകൊണ്ട് ആ മോശയെ പോലെ പ്രാർത്ഥനയോടെ കടന്നു വരുന്നു എങ്കിൽ ചില നന്മകൾ കാണാൻ കഴിയും, ചില വിടുതലുകൾ പ്രാപിക്കാൻ കഴിയും, അനുഭവങ്ങൾ ജീവിതത്തിൽ കാണുവാൻ കഴിയും. ആ ദൈവത്തിന്റെ ദാസൻ വളരെ വ്യാകുലപ്പെട്ടപ്പോൾ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. അതിന്റെ അടുത്ത വാക്യമാണ് വായിക്കുന്നത്, ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. തേടിപ്പോയതല്ല, ദൈവം അവിടെ ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു. മോശയോട് പറഞ്ഞു, എന്റെ ഇലയെടുത്ത് വെള്ളത്തിലിടാൻ പറഞ്ഞു. ആ ദൈവത്തിന്റെ ദാസൻ വില അടർത്തിയെടുത്ത് സകല ജനങ്ങളും കാണെ കൊണ്ടുവന്ന് ഇതിലേക്ക് ഇടുമ്പോൾ ഇതിന്റെ കയ്പ് മാറുമെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. കാരണം ഈ ഇലയിട്ടാൽ എങ്ങനെ കയ്പ് മാറും? ആ ഇലയിട്ട് അല്പസമയം കഴിഞ്ഞ് ദൈവദാസൻ പറഞ്ഞു, ഇനിയും കുടിച്ചുകൊള്ളുക. അത് കുടിച്ചു നോക്കിയവർ പറഞ്ഞു, ഇത് മധുരമായിരിക്കുന്നു. ജീവിതത്തെ മധുരകരമാക്കിയ അനുഭവം ദൈവത്തിന്റെ ദാസൻ വെളിപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ജീവിതത്തില്, നിങ്ങളുടെ യാത്രകളില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തില്, ഏതെല്ലാം മേഖലകളിൽ, ബിസിനസ്സിലാകട്ടെ, ജോലിയിലാകട്ടെ, പ്രതികൂലമായി നിൽക്കുന്ന കയ്പിന്റെ അനുഭവങ്ങളാണെങ്കിൽ ആ കയ്പിനെ മാറ്റിത്തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് കൈപ്പേറിയ അനുഭവത്തിൽ നിന്ന് വിടിവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അറിയണം. അതുകൊണ്ട് ദൈവീയമായ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദൈവത്തിന്റെ ദാസൻ അടിപ്പതറാനിടയാകരുത്. നിനക്കെതിരെ വെല്ലുവിളികളും നിനക്കെതിരെ പോരാട്ടങ്ങളും അപമാനങ്ങളും അപവാദങ്ങളും ഒന്നൊന്നായിട്ട് കടന്നു വരുമ്പോൾ അവരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുവാൻ കഴിയുന്ന ഒരു ദൈവ ശബ്ദം ഉണ്ടാകണം, ഒരാത്മബലമുണ്ടാകണം. കാരണം എന്നെ വിളിച്ചവൻ ദൈവമാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങളെ വിടിവിക്കും, ശക്തീകരിക്കും. ആ ദൈവികമായിരിക്കുന്ന പരിപാലനത്തിന്റെ ചിറകിൽ നിങ്ങൾ ഓരോരുത്തരും സംരക്ഷണമായിരിക്കട്ടെ എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് പറയാൻ വളരെ ആഗ്രഹമുള്ളതായിരിക്കുന്ന മറ്റൊരു വിഷയമാണ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അത് 2 രാജാക്കന്മാർ പുസ്തകം 2-ാം അധ്യായം 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ ആ സമയത്തിന്റെ പരിധികൾ നമ്മുടെ മുൻപിൽ ഉള്ളത് കൊണ്ട് ആ ഭാഗം അടുത്ത ആഴ്ചയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം എന്ന് ആഗ്രഹിക്കുകയാണ്. ദോഷം വരുന്ന വെള്ളം, ഗർഭാശയത്തെ പോലും നശിപ്പിക്കുന്ന, തലമുറകളെ ഇല്ലാതാക്കുന്ന ആ ജലാംശത്തെ രുചികരമാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു പ്രവാചകനെ നമുക്ക് അവിടെ കാണാം. ഞാൻ എൻ്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒറ്റയ്ക്കാണ്, നിങ്ങളുടെ കൂടെ ആരുമില്ല. തനിച്ച് യാത്ര ചെയ്യുന്നവരാണ്, തനിച്ച് ജോലി ചെയ്യുന്നവരാണ്, തനിച്ച് ശുശ്രൂഷിക്കുന്നവരാണ്, തനിച്ച് കുടുംബമായി പാർക്കുന്നവരാണ്. എതിർപ്പുകൾ പല വിധത്തിലുണ്ട്. തകർത്ത് കളയും വിധത്തിൽ വെല്ലുവിളിച്ചു വരുന്നവരുടെ മുൻപിൽ പതറിപ്പോകാതെ ഉറച്ചു നിന്നുകൊണ്ട് സർവകൃപാലുവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഉറക്കെ പറയണം, എന്റെ ദൈവം എനിക്ക് വലിയവനാണ്, എന്റെ ദൈവം ശക്തനാണ്, അവൻ എന്നെ ശക്തീകരിക്കും. കരുണയുള്ള ദൈവമേ, സുഖസ്ഥ പിതാവേ,
അനുഗ്രഹിക്കപ്പെട്ട നല്ല പകൽക്കാലം. കേൾക്കപ്പെടുന്ന വചനങ്ങൾ ഓരോ ഹൃദയത്തിലും ആശ്വാസം നൽകണമേ. രോഗികളായി കഴിയുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമാകട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ആശ്വാസമാകട്ടെ. ജന്മദിനവും വിവാഹ വാർഷികവും ആഘോഷിക്കുന്നവർക്ക് അനുഗ്രഹമായി തീരട്ടെ. പഠനവുമായി ബന്ധപ്പെട്ട സ്വദേശത്തും വിദേശത്തുമുള്ളവർ, കുടുംബമായി ജോലി ചെയ്യുന്ന സ്വദേശത്തും വിദേശത്തും, ഗൾഫിലും യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ ആയിട്ട് അനേക പ്രിയപ്പെട്ടവർ ഉണ്ട്. അവരെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ബിസിനസ് ചെയ്യുന്നവരുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പഠനത്തിനായി കടന്നുപോയ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിച്ച് നടത്തണം. ഇന്നുവരെ നടത്തുന്നു, ഇതുവരെ ഞാൻ പരിപാലിക്കുന്നു, കരുതുന്നു. ആ സൂക്ഷിപ്പ് ആ മോശയ്ക്ക് സംരക്ഷണം നൽകിയതുപോലെ ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ദൈവദാസന്മാർ, ഒറ്റയ്ക്ക് കർത്താവിന് വേണ്ടി നിൽക്കുന്നവരുടെ നടുവിൽ ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ ചിറകിന്റെ മറവിൽ മറച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച്